നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീനൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ റീനൽ അനാട്ടമിയും ഫിസിയോളജിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി മേജർ ബോഡി ഫ്ലൂയിഡ്സ് ഇൻ ദി ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെൻറ്റ് ഈസ്. അപ്പോൾ ബോഡി ഫ്ലൂയിഡിൻ്റെ മേജർ പാർട്ട് എവിടെയാണുള്ളത്? പ്ലാസ്മയിലാണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ബോഡി ഫ്ലൂയിഡിൻ്റെ മേജർ പാർട്ടും എവിടെയാണുള്ളത്? പ്ലാസ്മയിലാണ്. ഇൻട്രാവാസ്കുലർ കമ്പാർട്ട്മെൻറ്റിലെ മേജർ ബോഡി ഫ്ലൂയിഡിൻ്റെ എവിടെയും ആണ്? പ്ലാസ്മയിലാണുള്ളത്. അടുത്ത രണ്ടാമത്, ദി മേജർ വെസൽ ദാറ്റ് സപ്ലൈസ് ബ്ലഡ് ടു കിഡ്നീസ്. അപ്പോൾ ആരാണ് കിഡ്നിക്ക് ബ്ലഡ് സപ്ലൈസ് നൽകുന്ന വെസൽ ഏതാണ്? മേജറായിട്ടുള്ള വെസൽ ഏതാണ്? അത് റീനൽ ആർട്ടറിയാണ്. റീനൽ ആർട്ടറി വഴിയാണ് നമുക്ക് ബ്ലഡ് വെസലിൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന, കിഡ്നിക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ, ദി വോളിയം ഓഫ് പ്ലാസ്മ ഫിൽറ്റേർഡ് ഫ്രം എ ഗ്ലോമർലസ് ഇൻറ്റു ബോമാൻസ് ക്യാപ്സ്യൂൾ ഈച്ച് മിനിറ്റ് ഈസ്. അപ്പോൾ ദി വോളിയം ഓഫ് പ്ലാസ്മ ഫിൽറ്റേർഡ് ഫ്രം ദ ഗ്ലോമർലസ് ഇൻ ദ ബോമാൻസ് ക്യാപ്സ്യൂളിൽ പ്ലാസ്മ ഫിൽറ്റർ ചെയ്യപ്പെടുന്നത് അതിനെ എന്തോന്നാണ് പറയുന്നത്? ഓരോ മിനിറ്റിൽ അതിനെ ഗ്ലോമർലർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. അതിനെന്താണ് പറയുന്നത്? ഗ്ലോമർലർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോമാൻസ് ക്യാപ്സ്യൂളിലൂടെ എന്ത് ചെയ്യും? ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള ഗ്ലോമർലസിലൂടെ പ്ലാസ്മ ഫിൽട്ടർ ചെയ്യപ്പെടുന്നതിനെ ഗ്ലോമർലർ ഫിൽട്രേഷൻ എന്ന് പറയുന്നു. വാട്ട് പെർസെൻറ്റേജ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട് ഈച്ച് മിനിറ്റ് ഈസ് റിസീവ്ഡ് ബൈ കിഡ്നീസ്. അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഓരോ സമയവും കിഡ്നി സ്വീകരിക്കുന്നത്? അത് 25%. 25% ഓരോ സമയത്തും കിഡ്നി സ്വീകരിക്കുന്നത്. ദി എൻഡോക്രൈൻ ഗ്ലാൻഡ് ലൊക്കേറ്റഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഈച്ച് കിഡ്നീസ്. രണ്ട് കിഡ്നിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? അഡ്രീനൽ ഗ്ലാൻഡ്. ചെറിയൊരു തൊപ്പി പോലെയുള്ള ഒരു ഗ്ലാൻഡുണ്ട്, അതാണ് അഡ്രീനൽ ഗ്ലാൻഡ്. അതെവിടെയാണ്? കിഡ്നിയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ് ഈസ്. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? നെഫ്രോൺ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നെഫ്രോൺസ് ആണ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നീസ്. അടുത്ത്, ദി മെയിൻ ഫങ്ഷൻ ഓഫ് ഗ്ലോമർലസ് ഈസ്. ഗ്ലോമർലസ് ബോമാൻസ് ക്യാപ്സ്യൂളിലുള്ള ചെറിയ ചെറിയ വെസൽസിനെ ഗ്ലോമർലസ് എന്ന് പറയുന്നു. ആ ഗ്ലോമർലസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ?